അഞ്ചുമൊക്കെ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ, നീയും പോകുന്നില്ലേ? ഇല്ലേ? അന്തേ? അല്ല, കൊച്ചിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിക്കൊള്ളൂലേ, പിന്നെ പാല് കൊടുക്കണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് ഉണരുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നോക്കിക്കോളാം, എന്റെ റൂമിൽ കൊണ്ട് കിടത്ത്. അതിന് പെട്ടെന്ന് ഒരുക്കി പോകാറുടെ കൂടെ എപ്പോഴെങ്കിലും അല്ലേ, ഞാൻ പൊക്കോ, ഞാൻ നോക്കോളാം. എന്തേ ഭക്ഷണം കഴിക്കുന്നില്ലേ? ശോ, എത്ര നേരമായി കുഞ്ഞിനെ പിറക്കി അതിന്റെ ഭക്ഷണം കൊണ്ട് ഓടുന്നത്. ഒരു കാര്യം ചെയ്യും, കുറച്ചു നേരം ഞാൻ കൊടുക്കാം, നീ ഇപ്പൊ ചോറ് കഴിക്കേ. ഇപ്പൊ തന്നെ തണുത്ത്, ഞാൻ കൊടുക്കാം. അല്ല കുഴപ്പമില്ല, നീ വരുന്നത് ഞാൻ കൊടുക്കാം, നീ എന്നിട്ട് പൊക്കോ. പിന്നെ ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ടൊരു കാര്യം പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഈ കുഞ്ഞിന്റെ കാര്യമൊക്കെ ഇങ്ങനെ നോക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് നമ്മളെ കാര്യം കൂടെ നോക്കാം. വേറെ ഒന്നുമല്ല, ഇപ്പം നീ ഇപ്പൊ പണ്ടത്തെ പോലെ ബ്യൂട്ടി പാർലറിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നോ ഒന്നും ഞാൻ കാണുന്നില്ല. ഇത്രയും നാള് കുഞ്ഞ് പാല് കുടിക്കുന്നതൊക്കെ പറയാം. ഇപ്പൊ പിന്നെ അവ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങിയില്ലേ, നിനക്ക് ഇവിടെ ആക്കിയിട്ട് പൊക്കൂടെ? പിന്നെ അവ അങ്ങനെ കരയൊന്നുമില്ല. ഇല്ല ഇല്ല, അവ എന്റെ അടുത്ത് ഇരുന്നോളൂ, നീ പൊക്കോ. അല്ലെങ്കിൽ പിന്നെ നിനക്ക് കുറച്ചു നാൾ കഴിയുമ്പോ ഇവരൊക്കെ എങ്ങ് വലുതായിട്ട് ഇവർ ചോദിക്കും, നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കൂടെ ഇരുന്നു. വണ്ടിയില്ലേ, പുറത്ത് പോണെങ്കിൽ നിനക്ക് പൊക്കൂടെ? കുറെ കാലമല്ലേ നീ വണ്ടി ഓടിച്ചിട്ട്, വണ്ടിയൊക്കെ ഓടിച്ച് ഇടയിലൊക്കെ പോവാൻ നോക്ക്. യോഗ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലേ? ഞാനും ഇങ്ങനെ പോയാലെന്ന് ഇങ്ങനെ വിചാരിക്കുന്ന. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയാലോ? 3 മണിക്കൂറത്തെ കേസല്ലേ ഉള്ളൂ, ഇവിടെ അടുത്തല്ലേ, നമുക്ക് വണ്ടി പോയിട്ട് വരാം. കുഞ്ഞിനെ അതിനെ കൊണ്ടുപോകുന്നേ, കുഞ്ഞിനെ അവൻ നോക്കൂലേ? ഞായറാഴ്ച ലീവല്ലേ? നോക്കട്ടെ, നീയല്ലേ എപ്പോഴും നോക്കുന്ന, കൊച്ചിന്റെ അച്ഛന് നോക്കണ്ടേ? അതൊക്കെ അവൻ നോക്കിക്കോളും, ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല ഇല്ല, ഇത് ഫിക്സ് ആണേ, നമ്മൾ ഇനി എല്ലാ ഞായറാഴ്ചയും യോഗയ്ക്ക് പോകുന്നുണ്ട്, ഇനി പാക്ക് മാറരുത്.